കാലഘട്ടത്തിൽ എഴുതിയിരുന്ന ചരിത്രകാരന്മാരുണ്ട്. അതിനുശേഷം റെക്കോർഡ്സ് പരിശോധിച്ച് ഇപ്പം ചില ഓലകളും അല്ലെങ്കിൽ ശിലാലിഖിതങ്ങളും ക്ഷേത്രങ്ങളിലെ ശാസനങ്ങളും ഒക്കെ പരിശോധിച്ച് എഴുതിയ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അതുണ്ട്. പക്ഷേ അതിലുള്ള ഒരു ചെറിയ വിഷമം ഈ ശിലാലിഖിതമാണെങ്കിലും ഓലകളാണെങ്കിലും ഒക്കെ വായിച്ചെടുക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല. വളരെ ഡിഫിക്കൽട്ടാണ്, വളരെ. പക്ഷെ അതൊക്കെ പിന്നെ ഒരുപാടുണ്ട്. ഈ ഓലകളിലൊക്കെ എത്ര ചരിത്രമാണ്. കരമന പാലം, നിങ്ങൾക്ക് കരമന അറിയാമോ എന്ന് എനിക്കറിയാൻ വയ്യ. കരമനയിൽ ഇപ്പോഴത്തെ പാലമല്ല, പഴയ പാലം കിട്ടിയത് കാർത്തിക തിരുനാൾ ധർമ്മരാജാവ്, കാർത്തിക രാമവർമ്മ തിരുമനസിൻ്റെ മാർത്താണ്ഡവർമ്മ തിരുമനസിൻ്റെ അടുത്ത ആൾ തിരുമനസാണ് അത് കെട്ടിയത്. അന്ന് ഖജനാവിൽ പണം ഇല്ല, ഒരു പാലം അത്യാവശ്യം. അപ്പോൾ എങ്ങനെ പണം കൊണ്ടുവരിക? അപ്പോൾ തിരുമനസിൻ്റെ വലിയ കട്ടി അരിഞ്ഞാണം ആയിരിക്കണം, സ്വർണ്ണ അരിഞ്ഞാണം പണയം വെച്ച് ഇവിടുത്തെ ഒരു പണക്കാരനൊരു വ്യാപാരിയുണ്ട്. ആ വ്യാപാരിക്ക് അവിടുത്തെ സ്വന്തം അരിഞ്ഞാണം പണയം വെച്ച് ഈ രൂപ പലിശയ്ക്കാണ് എടുത്തത്. എത്രയോ % പലിശയുണ്ട്. ആ പലിശ കൊടുത്ത് ഇതിട്ട് ആ രൂപ കൊണ്ടാണ് ഈ കരമന പാലം കെട്ടിയത്. ഇന്നും ആ പാലമുണ്ട്, പക്ഷെ ആർക്കും അറിയാൻ വയ്യ. ആർക്കും അതിനെപ്പറ്റി ഒന്നും അറിയാൻ വയ്യ. ഒരു പാലം കെട്ടി, ആര് കെട്ടി, എപ്പോൾ കെട്ടി, ഒന്നും അറിയാൻ വയ്യ. എന്നിട്ട് 4-6 മാസത്തിനകം പണം ഉണ്ടാക്കി തിരിച്ചു കൊടുത്ത് അരിഞ്ഞാണം തിരിച്ചെടുത്തു. പക്ഷെ അന്നും ഒരു മഹാരാജാവ് സ്വന്തം ആഭരണം പണയം വെച്ചിട്ടാണ് പൊതുജനങ്ങൾക്ക് ഒരു സൗകര്യം ചെയ്തു കൊടുത്തത്. അത് ഇന്നും നിൽക്കുന്നു. ആ പാലം, കരമന പാലം ഇന്നും നിൽക്കുന്നു. ഒരു പ്ലാക്കെങ്കിലും എഴുതി വെക്കേണ്ടതാണ് അതിനെപ്പറ്റി. ആർക്കറിയാം? ഒരു പ്ലാക്കെങ്കിലും എഴുതി വെക്കണം, ഇന്ന കാലത്ത് ഇന്ന കെട്ടിയതാണെന്ന് വരെ. പക്ഷെ ചരിത്രത്തിൻ്റെ കൂടെ പലർക്കും ഒരു മമതയില്ലാത്തതുകൊണ്ട് അങ്ങനെയൊന്നും അവർ ചെയ്യുന്നില്ല. അതൊക്കെ രേഖകളുള്ളതാണ്. ഇതെല്ലാം നമ്മുടെ മതിലകം രേഖകളിൽ നിന്ന് കിട്ടുന്നതാണ് ഈ പറഞ്ഞത്, ഈ ഏടുകൾ, ഓലകൾ.